കർത്താവിൻ്റെ അതിപരിശുദ്ധവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കർത്തൃനാമത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ പ്രാരംഭമായി ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. മത്തായിയുടെ സുവിശേഷ പുസ്തകം 1-ാമത്തെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ഇത് വായിക്കാം. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. അപ്പൊ ദൈവരാജ്യം നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു സ്പഷ്ടമെന്ന് യേശു കർത്താവ് തന്റെ വാമൊഴിയ പറയുകയാണ്. അതിന്റെ ബേസ് എന്താണ്? ഭൂതങ്ങൾ പുറത്താകുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ ഭൂതങ്ങൾ പുറത്താകുന്നു. അപ്പൊ കർത്താവ് ഭൂതബാധിതരായവരിൽ നിന്നും ഭൂതത്തെ പുറത്താക്കിയപ്പോൾ അവിടെ കൂടിയിരുന്ന ജനത്തിന് ഇടയിൽ ഭിന്നമായ അഭിപ്രായങ്ങളുണ്ടായി. പലതും പറഞ്ഞു. അതിൽ ചില യഹൂദന്മാർ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. അതിന് കൃത്യമായ ഒരു മറുപടി നൽകി. തുടർന്നുള്ള ആ മറുപടിയുടെ എൻഡ് പാർട്ടാണ് നിങ്ങളിപ്പോൾ വായിച്ചത്. ഏതാണ്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് സ്പഷ്ടം. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടതായിരുന്നത്? ദൈവത്തിന്റെ ആത്മാവിനാൽ ഭൂതങ്ങൾ പുറത്താകുന്നുവെങ്കിൽ അവിടെ ദൈവരാജ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യമുണ്ടോ അവിടെ ദുരാത്മാക്കൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. ദുരാത്മ ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല ദൈവത്തിന്റെ പ്രസൻസ് വരുമ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് എന്താണെന്ന് അറിയണം. അതിന്റെ കാരണം എന്താണെന്ന് അറിയണം. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടോ എന്ന് നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ അറിഞ്ഞാൽ, അങ്ങനെ ഒരു ബോധം ദൈവാത്മാവ് നിങ്ങളുടെ മേൽ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ശാസിക്കണം, അതിനെ റിബ്യൂക്ക് ചെയ്യണം, അതിനെ പിന്നെ മുന്നോട്ട് വെച്ചു കൊടുത്തരുത്. അതിനെ എന്ത് ചെയ്യണം? ഫാൽസിച്ച് പുറത്താക്കണം. എന്റെ ജീവിതത്തിൽ നിന്ന്, എന്റെ നന്മകളിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന്, എന്റെ തലമുറയിൽ നിന്ന്, എന്റെ സമ്പത്തിന്റെ മേൽ ഒക്കെ നീ കെട്ടുന്ന കെട്ടുകളെ ഞാൻ പൊട്ടിക്കുകയാണ്. ഇത് ഒരു ജഡമനുഷ്യന് ഈ തമാശയായിട്ട് തോന്നും. പൊട്ടിക്കുക, കെട്ടുക, ഇവന്മാർക്കൊക്കെ ഇതേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷെ പരിശുദ്ധാത്മാ എവിടെയുണ്ടോ അവിടെ ഈ പ്രവർത്തികളൊക്കെ നടക്കും. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുമ്പോൾ അവിടെ പകരുന്ന ഒരു സാന്നിധ്യമുണ്ട്. അവിടെ കൈമാറ്റം ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ലൂക്കോസ് 9:1 നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 9:1 വായിച്ചാൽ, അവൻ 12 പേരെ അടുക്കൽ വിളിച്ചു. 12 പേരെ എന്ത് ചെയ്യുക? അടുത്ത് വിളിച്ചു. അല്ലെ ശിഷ്യന്മാരെ 12 പേരെ വിളിച്ചു. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട പവർ ആൻഡ് അതോറിറ്റി എന്നൊരു മെസ്സേജ് നമ്മൾ ചെയ്ത മെസ്സേജ്, ചേർത്തല ഒരു സഭയിൽ നടത്തിയ മെസ്സേജ് യൂട്യൂബിൽ കിടപ്പുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള നടന്നൊരു മെസ്സേജാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന തത്വം അല്ലെ അടിസ്ഥാന ഫീച്ചേഴ്സ് എന്തല്ല എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഉള്ളൊരു പ്രസംഗ വിഷയം അല്ലെങ്കിൽ ആ ഒരു പഠിപ്പിക്കൽ, അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിനകത്ത് ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന വിഷയങ്ങൾ പവർ ആൻഡ് അതോറിറ്റി പറഞ്ഞുവെങ്കിൽ ഇവിടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് 12 പേരെ വിളിച്ച് അവർക്ക് എന്ത് നൽകി? ശക്തിയും അധികാരവും നൽകി. എന്തിനാണ് നൽകിയത്? ശക്തിയും അധികാരം നൽകിയപ്പോൾ മനസ്സിലാക്കി എന്തിനാണ് നൽകിയത്. ഒന്നിനു വായിച്ചത്, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും. അപ്പൊ ഭൂതങ്ങളെ പുറത്താക്കുക എന്നുള്ളത് ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവന്റെ ശുശ്രൂഷയുടെ ബേസാണ്. ഹല്ലേലൂയ.
വ്യാധികളാൽ നിറഞ്ഞവരുടെ വ്യാധിയെ ഇല്ലാതാക്കുക എന്നുള്ളത് ശുശ്രൂഷയുടെ അടിസ്ഥാനമാണ്. മണിക്കൂറുകൾ നിന്ന് പ്രസംഗിച്ചു, ഒരു ചലനവും സംഭവിക്കുന്നില്ല. കുറച്ചുപേര് ചില പോയിന്റുകൾ എഴുതിയെടുത്തു, കുറച്ചുപേര് അത് റെക്കോർഡ് ചെയ്തു. ഒരു ചലനങ്ങൾ സംഭവിക്കുന്നില്ല, തല പെരുക്കുന്നുണ്ട്. പുതിയ കുറെ എബ്രായ പദങ്ങൾ പ്രസംഗ മധ്യ പറയുന്നു, അവയും കുറിച്ചെടുത്തു. ഇന്നത്തെ മെസ്സേജ് അതിശക്തമായ ഒരു സന്ദേശമായിരുന്നു എന്ന് നമ്മൾ പറയും. ഈ മെസ്സേജ് കൊണ്ട് നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന ആ ബന്ധനങ്ങളെ, ആ കെട്ടുകളെ പൊട്ടിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ മെസ്സേജ് കൊണ്ട് ഒരർത്ഥവുമില്ല. സുവിശേഷം ചെല്ലുന്നെങ്കിൽ അവിടെ ദുരാത്മാക്കൾ ഇളകി ഓടണം. ദുരാത്മശക്തിക്ക് അവിടെ ഇരിക്കാൻ പിന്നെ ഇടവുണ്ടാകരുത്. രോഗികൾ സൗഖ്യമാകണം, ബന്ധനങ്ങൾ അഴിയണം. ഹല്ലേലൂയ. അതിന്റെ അടുത്ത അധ്യായം 10-ാം അധ്യായത്തിൽ അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 17 മുതൽ 19 വരെ. അടുത്ത വിഷയം 70 പേര്. 9-ൽ 12 പേരെ വിളിച്ച് അവർക്ക് ശക്തിയും അധികാരവും നൽകി അവർ ശുശ്രൂഷയിൽ പോകുന്ന വിഷയങ്ങളാണ് നമ്മൾ വായിച്ചത്. 10-ൽ 70 പേരെ നിയോഗിക്കുകയാണ്. ആ നിയോഗ പ്രകാരമുള്ള ശുശ്രൂഷ അവർ ചെയ്ത് തികച്ച് അവർ സന്തോഷത്തോടെ കർത്തൃസന്നിധിയിൽ ദൈവത്തിന്റെ യേശുവപ്പയുടെ സന്നിധിയിലേക്ക് വരികയാണ്. അല്ലേ? വായിച്ചാൽ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. കേട്ടോ, കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങി. ഭൂതങ്ങളെ, വ്യാധികളെ സൗഖ്യമാക്കുവാൻ 12 പേർക്ക് അധികാരം കൊടുത്തു. നമ്മൾ വായിച്ചു. ഇവിടെ 70 പേരുടെ ശുശ്രൂഷയിൽ അവർ പറയുകയാണ്, ഞങ്ങൾ നിന്റെ നാമത്തിൽ, അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. വായിച്ചാൽ ഞാൻ കണ്ടു. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. പാമ്പിന്റെ നീളം, പാമ്പിന്റെ വായിലെ പല്ലിന്റെ വലിപ്പം, അതിന്റെ വിഷത്തിന്റെ വർണ്ണന ഇന്ന് നടത്താനല്ല നിന്നെ ആക്കിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പാമ്പ്, തേള എന്നല്ല അതിന്റെ അർത്ഥം. ശത്രു ഉയർത്തിക്കൊണ്ടുവരുന്ന എത്ര കൊടിയ വിഷമാണെങ്കിൽ, എത്ര പതിയിരിപ്പ് ശക്തികളാണെങ്കിൽ, എത്ര സംഘടിത ബലമാണെങ്കിൽ അത് നിന്നെ ഏക്കത്തിൽ അവയെ ചവിട്ടുവാൻ. കേട്ടോ, ആയുധവും ഏന്തി വർഗത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ കൊലവിളി നടത്തുന്ന സംവിധാനങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഭയക്കരുത്. എന്റെ ദൈവത്തിന് സ്തോത്രം, ആ ദൈവശക്തിയെ ഉറപ്പിക്കാൻ, ആയുധമെടുക്കാൻ നിങ്ങളോട് പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ആ ദൈവത്തിന് പവറില്ലെന്നുള്ളതാണ്. ദൈവം ശക്തിമാനാണ്. ദൈവം സകലത്തിന്റെയും കാരണഭൂതനും സർവവ്യാപിയും സർവശക്തനുമാണെങ്കിൽ ഒരു സമൂഹത്തിന് വാളും വടിയും കൊടുത്തിട്ട് മറ്റു സമൂഹം കൊന്നൊടുക്കാൻ പഠിപ്പിക്കണ്ട. അങ്ങനെ പറയുന്ന ദൈവത്തെ, ദൈവിക വിശ്വാസങ്ങളെ ഹല്ലേലൂയ ഈ വിശുദ്ധ വചനം അംഗീകരിക്കുന്നു. വിശുദ്ധ വചനം പറയുന്നു, സ്നേഹം കൊണ്ട് സകലത്തെ കീഴടക്കുന്ന യേശുവിന്റെ മഹത്വം. വാളുകൊണ്ടും ചോര കൊണ്ടും കീഴടക്കുന്നതല്ല, സ്നേഹം കൊണ്ട് സകലത്തെ കീഴടക്കിയ കർത്താവിന്റെ മഹത്വം. പക്ഷെ നിനക്ക് വിരോധമായി ഉയർന്നു വരുന്ന ഏത് വിഷയത്തിന്റെ പേരും അതിനെ ചവിട്ടി മെതിപ്പാനുള്ള അഭിഷേകം നിലവിൽ പകർന്നിട്ടുണ്ട്. നീ മറക്കരുത്. ഹല്ലേലൂയ. അയ്യോ, എന്തോ ഭയങ്കര സംഭവമാണ്. ഏത് വലിയ സംഭവമാണെങ്കിൽ, എത്രയൊക്കെ വലിപ്പം അതിനുണ്ടെങ്കിൽ, അതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെങ്കിൽ, അത് ഏത് സ്റ്റേജ് കഴിഞ്ഞതായാലും അതൊന്നും നിന്നെ ബാധിക്കത്തില്ല. നീ അവയുടെ മുകളിലൂടെ നടക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകും. ഒന്നും ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. മനസ്സിലാക്കിയ കർത്താവിനെ സ്തുതിച്ചാണ്. അപ്പം ഇവിടെ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ
പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ, അധികാരത്താൽ ചിലത് നടക്കുന്നു. അപ്പം യേശു കർത്താവിന്റെ ക്രൂശിൽ മരണത്തിന് മുന്നേ തന്നെ കർത്താവ് പറഞ്ഞു, ഇതാണ് ഇതുപോലെ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, അല്ലേ? അപ്പൊ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു വാക്ക് കൊടുത്തു. എന്താണെന്നറിയാമോ? അതിന് മുൻപേ കൊടുത്ത വാക്ക് അവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. മുൻപേ കൊടുത്തതാണ്, ഞാൻ പോകും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകും, മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. ഹല്ലേലൂയ. ആ കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും വഴിനടത്തും. എന്റെ നാമത്തിൽ ചെയ്യേണ്ട വിഷയങ്ങൾ ആ കാര്യസ്ഥൻ ചെയ്തെടുക്കും. പരിശുദ്ധാത്മാവെന്ന മഹാദൈവം, ഹല്ലേലൂയ, ആ പരിശുദ്ധാത്മാവെന്ന മഹത്വത്തിൽ കൃപയിൽ നിറയേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യുക? കാത്തിരിക്കുക. കർത്താവ് ഹല്ലേലൂയ രണ്ടാമത് വരും, അല്ലേ? രണ്ടാമത് വരുന്നതിന് മുന്നേ ഈ പ്രപഞ്ചത്തെ ചിലത് ചെയ്തെടുക്കുവാൻ അപ്പോസ്തലന്മാരെ എക്വിപ്പ് ചെയ്യുന്നതിന്, ഹല്ലേലൂയ, സഭയുടെ ആരംഭഘട്ടങ്ങളിൽ ഹല്ലേലൂയ അപ്പോസ്തലന്മാരോട് കർത്താവ് കൊടുത്ത നിർദ്ദേശം പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോസ്തല പ്രവൃത്തിയിൽ 1:4 വായിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 1:4 വാക്യം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. കേട്ടോ, ആ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. 8-ാം വാക്യം. എന്തായി കാത്തിരിപ്പ്? 8-ാം വാക്യം. ആർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഭൂമിയുടെ അറ്റത്തോളം യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി നിങ്ങൾ മാറണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനത്തിൽ നിങ്ങൾ നിറയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമുക്കറിയാം, 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ്, സാന്നിധ്യം, അവർ കൂടിയിരുന്നിടത്ത് ഇറങ്ങി. അവിടെ കൂടിയിരുന്ന് കാത്തിരുന്നവർ അന്യഭാഷകളിൽ സംസാരിച്ചു. പരിഹസിച്ചവരുണ്ട്, ഹല്ലേലൂയ, അത്ഭുതത്തോടെ നോക്കിയവരുണ്ട്. അവരെ എല്ലാം മധ്യത്തിൽ നിന്നുകൊണ്ട് പത്രോസ് സംസാരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്കറിയാം 2-ാം അധ്യായത്തിൽ. ഹല്ലേലൂയ. അതിനെ തുടർന്നുണ്ടായ വലിയൊരു സഭയുടെ വലിയൊരു വളർച്ച, അല്ലെങ്കിൽ സഭയുടെ ബിഗിനിങ് വസ്തുത നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. ഓക്കെ, 3-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തിയിൽ 3-ാം അധ്യായം, അതിന്റെ 1 മുതൽ 7 വരെ വായിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 3-ന്റെ 1 മുതൽ 7 വരെ. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ എന്തിനാ അവനെ അവിടെ കൊണ്ടുവന്നത്? അവൻ ഭിക്ഷ ചോദിക്കുന്നവനാണ്. ഭിക്ഷ ചോദിക്കുന്നതിന് അവനെ അവിടെ കൊണ്ട് ഇരുത്തുമാറുണ്ടായിരുന്നു. വായിച്ചു. പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടക്കാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. വല്ലത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ ഉറ്റുനോക്കി. പത്രോസ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ തരുന്നു. എന്തായിരിക്കും അവർക്കുള്ളത്? നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. കേട്ടോ, നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് അവൻ പറഞ്ഞു. ഉടനെ അവൻ കുതിച്ചെഴുന്നേറ്റു. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 13-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 4:13 വായിച്ചാൽ. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാൽ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യക്കാരുമാണ് എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. സ്തോത്രം.
ഈ പത്രോസും യോഹന്നാനും ആരാണ്? അല്ലെങ്കിൽ ശിഷ്യന്മാരാരാണ്? പഠിപ്പില്ലാത്തവരും സാമാന്യക്കാരുമാണ്. എന്നാൽ അവരുടെ ധൈര്യവും അവരുടെ പ്രസംഗവും അവരുടെ പ്രവൃത്തികളും കണ്ട് ജനം അത്ഭുതപ്പെട്ടു. അതിന്റെ 33-ാം വാക്യം, ആ അധ്യായത്തിന്റെ 33. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. ഭയന്ന് പേടിച്ച യേശു കർത്താവിന്റെ അടക്കം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട് പോലും പേടിച്ചിരുന്ന ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ശക്തി നിറഞ്ഞു. അസാധാരണമായ വീര്യപ്രവർത്തികൾ അവരുടെ കയ്യാൽ നടന്നു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായം അതിന്റെ 15-16 വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 5-ന്റെ 15-16. 5-ന്റെ 15-16. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അടിച്ച് വീഥികളിൽ വിരിപ്പിന്മേൽ കിടക്കമേലും കിടത്തി, രോഗികളെ കൊണ്ട് കിടത്തി പത്രോസിന്റെ നിഴലടിച്ച് സൗഖ്യമാകേണ്ടതിന്. അതുകൂടാതെ രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. നമ്മൾ വായിച്ച് തുടങ്ങി എവിടുന്നായിരുന്നു? മത്തായി 12:28. ദൈവത്തിന്റെ ആത്മാവിനാൽ ദുരാത്മാക്കൾ വിട്ടുമാറുന്നു എങ്കിൽ അവിടെ ദൈവരാജ്യമുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസ് 9:1. 12 വരെ യേശു കർത്താവ് നിയോഗിച്ചുകൊണ്ട് അവർക്ക് ശക്തിയും അധികാരവും പകർന്നു. ലൂക്കോസ് 10:17 മുതൽ 19 വരെ ഹല്ലേലൂയ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ 70 പേർക്ക് ദൈവം ശക്തിയും അധികാരവും പകർന്നു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ 1:4 കാണുന്നു. ഹല്ലേലൂയ. ഭയന്നിരുന്ന പേടിച്ചിരുന്ന ശിഷ്യന്മാരെ എക്വിപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അവരെ ശക്തീകരിക്കുന്നതിന് വേണ്ടി കർത്താവർക്കൊരു വാഗ്ദത്വം നൽകി. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്വം. ഹല്ലേലൂയ. നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. എന്റെ ശക്തി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നിങ്ങളുടെ മേൽ ഹല്ലേലൂയ ഇറങ്ങേണ്ടത്, നിങ്ങളുടെ മേൽ നിറയപ്പെടേണ്ടത് നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. എട്ടിൽ കാണുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ ലോകത്തിന്റെ എല്ലായിടവും യേശുവിന്റെ സാക്ഷികളായി മാറും. 3-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ കൈകളാൽ അസാധാരണമായ വീര്യപ്രവൃത്തികൾ നടക്കുന്നു. ഹല്ലേലൂയ. ജനം ആശ്ചര്യപ്പെടുന്നു, അത്ഭുതപ്പെടുന്നു. ഇവർക്ക് ഇത്രയും ജ്ഞാനവും ഇത്രയും കഴിവും എവിടുന്നു? നിനക്ക് ജ്ഞാനം കുറവാണോ? കഴിവ് കുറവാണോ? പ്രാപ്തിയില്ലയോ? നിന്നെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ട്. നിന്റെ തലമുറകളെ ബലപ്പെടുത്തുന്ന ഒരുവനുണ്ട്. നിന്റെ ബന്ധനങ്ങളെ പൊട്ടിക്കുന്ന ഒരുവനുണ്ട്. ആ തിരിച്ചറിവുള്ളവൻ കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നന്ദി പരിശുദ്ധനെ കർത്താവേ, ഇന്ന് കേട്ട വചനത്തിന് മുമ്പായി പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവേ, ഈ വചനം കേട്ടവരുടെ മേൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹിക്കുന്നവരെ നിറയ്ക്കുന്ന ആത്മാവേ, എന്റെ മേൽ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ, വെറും കൈയോടെ വിടാതവരെ നിറയ്ക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം സകലമേൽ വെളിപ്പെടണമേ. ഈ ദുഷ്ടലോകത്തിൽ ക്ഷയകരമായ ഒരു ജീവിതം നയിക്കേണ്ടതിന് ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, അങ്ങയുടെ സാന്നിധ്യം മഹത്വം സകലമേലും വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും ജയിക്കുവാനുള്ള അധികാരം, ശക്തിയും അധികാരവും ഈ ജനത്തിന്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന സ്വീകരിച്ചതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ശക്തിയും അധികാരവും കൊണ്ട് നിങ്ങൾ നിറയപ്പെടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ മഹാ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ അനുദിനം വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യവും മഹത്വവും നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.